അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുള്ളങ്കി ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ പല പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നത്. അപ്പൊ ഈ സാധനം വെച്ചിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു സ്പെഷ്യൽ സംഭവമാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റും, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ മുള്ളങ്കി തൊലി ഒന്ന് കളഞ്ഞു വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാവേ, ചെറിയ ചെറിയ ക്യൂബുകളായിട്ട് അരിഞ്ഞെടുക്കാം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് നമ്മുടെ സാധാരണ ചീനച്ചട്ടി സ്റ്റവ് കത്തിച്ചു കൊടുക്കുക. അപ്പൊ ഈ ചീനച്ചട്ടി വെക്കുന്ന ആ നേരത്തിന് നമുക്ക് ഈ തൊലിയൊക്കെ കളഞ്ഞ് ഇതിന്റെ അരിഞ്ഞെടുക്കാവേ. ഈ മുള്ളങ്കിയുടെ ഇലയില്ലേ, ഇലയെ നമ്മള് തോരനായിട്ടൊക്കെ എടുക്കവേ, നല്ല ടേസ്റ്റുമാണ്, ഔഷധമാണ് ഒക്കെയാണ്. അപ്പൊ നമ്മള് അതെല്ലാം എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതൊന്ന് നമ്മുടെ ചട്ടി ചൂടായിക്കോട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളൊരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ റാഡിഷ് ഇല്ലേ, ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ച് എടുക്കാവേ. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അപ്പൊ ആ ഒരു എന്താ പറയുന്നത്, അപ്പൊ ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ വളരെ വേഗം തന്നെ ഇത് ആയി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കുന്നത്. പിന്നെ ഗ്രേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാണല്ലോ ഒത്തിരി നേരം എടുത്തതായി കിട്ടാൻ. അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്യാതെ ഇങ്ങനെ തന്നെ എടുക്കുന്നതാണ് നല്ലത്. അപ്പൊ ഇനി നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ റാഡിഷ് ഉണ്ടല്ലോ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് പോയി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ ഇതിന്റെ എണ്ണ അങ്ങ് ഊറ്റിയിട്ട് എടുത്താൽ മതി, കാരണം ആ എണ്ണ നമുക്ക് ഇനി ആവശ്യമുള്ളതാണ്. അപ്പൊ ആ എണ്ണ നമുക്ക് ഇനി എടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഈ എണ്ണക്കകത്ത് വേറെ കുറച്ച് സാധനങ്ങളോട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. അപ്പൊ നമ്മുടെ മുള്ളങ്കി മുഴുവൻ നമ്മളിത് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വറുത്തെടുക്കേണ്ട വേറെ സാധനമുണ്ട്. നമ്മുടെ പൊട്ടുകടലയാണ്, കടലപ്പരിപ്പ്. അപ്പൊ അത് ഈ എണ്ണയിൽ തന്നെ നമുക്ക് വറുത്തെടുത്താൽ മതി. ഇത് നമ്മൾ കഴുകിയെല്ലാം റെഡിയാക്കിയ സാധനം കേട്ടോ. നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം. അതെ, ഒരു എന്താ പറയുന്നത് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റ് കിട്ടും. അപ്പൊ നമുക്ക് ഇപ്പൊ എണ്ണയ്ക്ക് നമുക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഈ എന്തുണ്ട് നമ്മുടെ മുള്ളങ്കി ഒന്ന് മൂത്ത് വരാനായിട്ട് മാത്രമേ ഉള്ളൂ ഇച്ചിരി സമയം എടുക്കുന്നത്. കാര്യം ഇതിനകത്ത് അത്യാവശ്യം നല്ല വെള്ളത്തിന്റെ അതൊന്ന് മൂത്ത് വരാനായിട്ട് ഇച്ചിരി താമസം എടുക്കും. പക്ഷെ ആ ഒരു ക്ഷമ നമുക്ക് വേണം, എന്നാലേ നമുക്ക് ഈ രുചി ആസ്വദിക്കാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ കടലപ്പരിപ്പ് നല്ല റെഡിയായി വരുന്നുണ്ട്. അപ്പൊ അത് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഉണ്ട്. അതും കൂടെ ഒന്ന് നമുക്ക് അതിന്റെ കൂടെ ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ പരിപ്പ് ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് റോസ്റ്റ് ആയതുകൊണ്ടാണ് ഈ സ്റ്റീൽ പാത്രത്തിലേക്ക് ഇടുമ്പോണ്ടല്ലോ അപ്പൊ അതാണ് നമ്മുടെ പരുവായോ ഇല്ലെന്ന് നോക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം. അപ്പൊ ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ കറിവേപ്പില. ഞാനിപ്പോ തീ അങ്ങ് നിർത്തി, കാരണം ഈ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിനി 2-3 സാധനം കൂടെ ഈ എണ്ണയെ തന്നെ വറുത്തെടുക്കണം. അതിനനുസരിച്ചിട്ട് ചൂട് വേണമെങ്കിൽ മാത്രം വെച്ചാൽ മതി. പിന്നെ ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. കറിവേപ്പില റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ വറ്റൽമുളകാണ്. നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാവേ. അപ്പൊ ഈ എണ്ണയുടെ ചൂടിൽ തന്നെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒടിച്ചാൽ ഒടിയണം, ആ ഒരു പരുവത്തിന്റെ ആവശ്യമുള്ളൂ.
അത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമ്മളിങ്ങനെ കോരുക. അപ്പൊ ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഒന്ന് ഒപ്പിച്ചെടുക്കണ്ട്. അത് നമ്മുടെ തേങ്ങയാണ്. എന്റെ കയ്യിലുണ്ട് എണ്ണ വെച്ചു തേങ്ങാക്കൊത്താണ്. അതുകൂടെ നമുക്കൊന്ന് ഈ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ഒത്തിരി അങ്ങ് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് വാട്ടി അതിന്റെ ഒരു പച്ച ആ ഒരു ഇതൊന്ന് മാറിയാൽ മതി. ഒത്തിരി നേരം ഇട്ട് ഇളക്കണ്ട. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. ഈ കണ്ടോണ്ടിരിക്കുന്ന സമയത്താണ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം. നല്ല ചൂടാണ് ഇവിടെ അടുക്കളയിൽ നിന്നിട്ട് ഭയങ്കര ചൂടാണ്. വെളിയില് നല്ല തണുപ്പാണ്. അതിന്റെ ഭയങ്കര ചൂടാണ്. നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന്റെ ഒരു പ്രശ്നം അത് ചെയ്യാനും പറഞ്ഞ കാര്യമില്ല. അപ്പൊ നമ്മുടെ തേങ്ങയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങ കോരി മാറ്റാം. അപ്പൊ നമ്മുടെ ഏകദേശം 3/4 ഭാഗം നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ചീനച്ചട്ടിയൊക്കെ അങ്ങ് മാറ്റാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫൈനൽ പരിപാടിയിലോട്ട് കടക്കാം. ഇതാണ് എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് കളർഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ള പച്ച ഇച്ചിരി. അപ്പൊ ഇനി ഇതുണ്ടല്ലോ ഇതിന്റെ ചെറിയ ചൂടുണ്ട്. അപ്പൊ ആ ചൂടൊക്കെ ഒന്ന് തണുത്തിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാൻ. അപ്പൊ ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് വെച്ചിട്ട് ബാക്കി പണി ചെയ്യാം. അപ്പൊ നമ്മൾ വറുത്ത് വെച്ച സംഭവങ്ങളെല്ലാം നല്ല തണുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിയുടെ ജാർ അങ്ങോട്ട് എടുക്കുക. അപ്പൊ അതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് നമ്മള് കുറച്ച് വാളംപുളിയും എടുത്തിട്ടുണ്ട്. പുളിക്ക് ആവശ്യമായിട്ടുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മള് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാവേ. എല്ലാം നമ്മളൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചതാണ്. ഈ പുളി മൂപ്പിച്ചതല്ല, ബാക്കിയെല്ലാം നമ്മള് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്താണ്. കൂടെ വേണമെങ്കിൽ മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഓരോരുത്തരുടെ താല്പര്യം പോലെ മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യത്യാസം വരും. അപ്പൊ നമ്മൾ മുഴുവൻ സാധനം ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തെടുക്കാം. നമ്മൾ ചേർക്കുന്നത്. അപ്പൊ അതോടെ ചേർത്തിട്ട് ഇത് നമുക്കുണ്ടല്ലോ ഒരുപാട് അങ്ങ് എന്താ പറയുന്നത് പോകാത്ത ഒരു മീഡിയം രീതിയിൽ നമുക്ക് ഇന്ന് അരച്ചെടുക്കണം. അപ്പൊ അന്ന് അരച്ചെടുത്തോണ്ട് നമ്മൾ പോരാം. നമ്മളപ്പോ അത് നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു നമ്മുടെ പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മള് വെള്ളം ഒന്നും ഒഴിക്കാതാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ ഒഴിച്ച എണ്ണയില്ലേ, അത് നമ്മൾ ഊറ്റിയെടുത്ത് അതിൻ്റെ അകത്ത് നമ്മൾ എണ്ണയൊന്നും ഈ ഇതിൻ്റെ അകത്ത് അധികം വരാത്ത രീതിയിലൊക്കെ ആയിട്ടാണ് റെഡി ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് എണ്ണ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. വറക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു എണ്ണ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. പിന്നെ മിച്ചം വന്ന എണ്ണ നമ്മൾ പിന്നെ ഉപയോഗിച്ചില്ല. അപ്പൊ ഇനി ഒത്തിരി എണ്ണയൊക്കെ താല്പര്യം ഉള്ളവരാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കടുകൊക്കെ നമുക്ക് വേണമെങ്കിലൊക്കെ എടുക്കാം. അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനിയിപ്പോ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് എന്താ പറയുന്നത് നമ്മുടെ ചട്നി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ആയതുകൊണ്ട് വേണമെങ്കിൽ ചമ്മന്തി എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലേ പേരെന്ത് പറഞ്ഞു, പക്ഷേ നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് ചോറിൻ്റെ കൂടെ വേണം എടുക്കാം, ചപ്പാത്തിയുടെ കൂടെ വേണം എടുക്കാം, അല്ലെങ്കിൽ ദോശയുടെ കൂടെ വേണം എടുക്കാം. അപ്പൊ അങ്ങനെ എന്തിന്റെ കൂടെ കോംബോ ആയിട്ട് പോകുന്ന ഒരു അടിപൊളി സാധനം. എന്തായാലും കൊള്ളാം. ഈ മുള്ളങ്കിയൊക്കെ ഇപ്പൊ നമുക്ക് നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണല്ലോ. അപ്പൊ ഇവിടെ ഇത് സുലഭമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റം ആണ്. അതുകൊണ്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. അപ്പൊ സീസണല്ല, പക്ഷേ ഉള്ള സമയത്ത് ഇഷ്ടം പോലെ. അപ്പൊ ഇത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും കൊള്ളാം. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് അതേ കൂടെ ഒന്ന് ഞെക്കുക. അപ്പൊ നമ്മളിടുന്ന എല്ലാ വീഡിയോ അപ്പൊ പിന്നെ നമ്മുടെ എന്താ പറയുന്നത് പാചകമൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക്, അതായത് കൊച്ചു കൊച്ചു പാചകം നമ്മൾ ചെയ്യുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു പാചകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്നും പറയാനില്ല. അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.